ഹലോ ഹായ് ഓൾ വെൽക്കം ടു അമൂസ് ഓൾ ഇൻ വൺ. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു മിനി ഷോപ്പിംഗ് ആണ് കേട്ടോ. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് കരുതി. അപ്പം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊരു ഹോൾസെയിൽ കടയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് മിക്കപ്പോഴും വാങ്ങിക്കുന്നത്. അപ്പം വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതി. കട നിറയെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇവിടെ പെട്ടെന്ന് സാധനങ്ങൾ തീരും എന്ന് വെച്ചാൽ നല്ല സെയിലുള്ള കടയാണ് കേട്ടോ ഇവിടെ. അപ്പം തണ്ണിമത്തനുണ്ട്, മുന്തിരിങ്ങ തന്നെ പല വെറൈറ്റീസുണ്ട്, മസാപ്പയുണ്ട്, ആപ്പിൾ, ഓറഞ്ച്, ഏത്തയ്ക്ക, പിന്നെ ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, പിന്നെ അവക്കാഡോ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഇതിലൊരു ഡ്രാഗൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ അല്ല കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നീട് കുറച്ച് ഓറഞ്ച്, ആപ്പിള്, പിന്നെ ഏത്തയ്ക്ക, പിന്നീട് എന്താണ് മാതള, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആണെങ്കിൽ ചേട്ടൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് ഞാൻ വണ്ടി കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലത്തെ മാർക്കറ്റ് ടൈം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ചന്ത സമയം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ ആയിട്ട് കുറച്ച് പേരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. വഴിയിൽ ചക്കയൊക്കെ വിൽക്കുന്നുണ്ട്. ചക്കയ്ക്ക് എന്താ വില കേട്ടോ. ഒരു വലിയ ചക്ക തന്നെ 4 ആട്ട് മുറിച്ചിട്ടൊക്കെയാണ് വിൽക്കുന്നത്. ഭയങ്കര റേറ്റാണ്. നമുക്കതൊന്നും വേണ്ട. അപ്പം അങ്ങനെ മീൻ മേടിക്കാൻ ഇറങ്ങിയത്. അമ്മ പറഞ്ഞത് കുഞ്ഞു മീൻ മേടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞു മീനുകളൊക്കെ കുറവാണ്. അതായത് മീൻസ് നെത്തോലി പോലത്തെ മീനുണ്ട്. പിന്നെ ഈ അമ്മമാരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കായലിലൊക്കെ കൊഞ്ച്, ഞണ്ട്, കണവ അങ്ങനത്തെ മീനൊക്കെയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഈ അമ്മ എന്നെ മോളെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അമ്മയുടെ നിന്ന് കൊഞ്ചും മേടിച്ചു. പിന്നെ കുറച്ച് മീൻ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. കറക്റ്റ് മാർക്കറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് മീൻ വിൽക്കാൻ ആളുകളുണ്ടാവും ഇവിടെ. പിന്നെ നമ്മൾക്ക് വീട്ടിൽ പോയി ഇതൊന്ന് നോക്കാം. അപ്പോഴത്തേക്കും ചട്ടിയിലോട്ട് വാരി ഇട്ടിട്ടുണ്ടെല്ലാം ഒരു 2 3 ദിവസത്തേക്ക് എടുക്കാനുള്ളൊരു അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊതുവേ അവിടെ പോയി അങ്ങനെ എപ്പോഴും മേടിക്കാറില്ല. പിന്നീട് നമ്മൾ വീട്ടിലിവിടെ കൊണ്ടുവരും ചേട്ടൻ. അപ്പോൾ ചേട്ടനായിട്ട് സ്ഥിരം മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ പല വെറൈറ്റി മീനുകളുണ്ട്. ഇത് പറയുന്നത് പ്രാച്ചി എന്നാണ് കേട്ടോ പറയുന്നത്. കായലിലെ മീനാണ്. പിന്നെ നമ്മുടെ കാരലാണ് കേട്ടോ. പിന്നീടുള്ള ഇത് എക്സ്ട്രാ വേറൊക്കെ കുറേ മീനുകളാണ്, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ കൊഞ്ചി. അപ്പം ഞാനിതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കാമെന്ന് കരുതി. കൊഞ്ചുണ്ടെങ്കിൽ അല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊഞ്ച് റോസ്റ്റ് ആദ്യം കാണുമ്പോൾ അമ്മ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ഈ മീൻ ഒരു ചട്ടി നിറയെ മീനുണ്ട് നമുക്ക്. അപ്പം 2 ദിവസം മാക്സിമം 2 ദിവസമൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം വേണ്ട കൊഞ്ച് ഇത്രയും ഉണ്ടായിരുന്നു. അതും സെപ്പറേറ്റ് ആക്കി ഇനി നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരമാണ് അടുത്ത പർച്ചേസിന് ഇറങ്ങുന്നത് കേട്ടോ. പിന്നീട് അശോകന് ക്ഷീണമാകാം എന്ന് പറയുന്ന പോലെ തന്നെ അശോകന് കുറച്ച് ക്ഷീണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൊണ്ടുവന്നതിനകത്ത് കുറച്ച് ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് ആക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കുള്ളത് തന്നെ ഞാൻ കുടിച്ചു. ഇനി മകൾക്കുള്ളതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് വൈകുന്നേരം കുറച്ച് പച്ചക്കറി മേടിക്കണമായിരുന്നു. അപ്പം വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി മേടിക്കാനായിട്ട് വൈകുന്നേരം ഇറങ്ങി. അപ്പം വൈകുന്നേരം നോക്കി നിന്ന് കുറച്ച് ലേറ്റായിട്ടോ. ഒരു 6-7 മണിയായിട്ടോ. അങ്ങനെ കുറച്ച് ഇത് മുഖത്തല ഉള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. ഇത് ഒരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആളുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അത്യാവശ്യം ലാഭത്തിനൊക്കെ കിട്ടും. ലാഭം എന്ന് പറയുമ്പം എല്ലാം ലാഭമാണല്ലോ അല്ലേ. അങ്ങനെ കുറച്ച് മെഴുക്ക് പുരട്ടാനും തോരനും ഒക്കെ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചത്. എല്ലാം തീപിടിച്ച വിലയാണ് കേട്ടോ. ലാഭമൊന്നുമില്ല. പിന്നീട് എന്നാലും നമുക്കിത് യൂസ് ചെയ്യണമല്ലോ, പച്ചക്കറികളൊക്കെ കഴിക്കണമല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് ബീൻസ്, പയർ വള്ളിപ്പയറുണ്ട്, പിന്നീട് കുറച്ച് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, കിഴങ്ങ്, പിന്നെ എക്സ്ട്രാ കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം മേടിച്ച് അങ്ങനെ സെറ്റാക്കി. കപ്പക്കിഴങ്ങുണ്ടായിരുന്നു, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം മേടിച്ച് അപ്പം രാത്രിയൊന്നും ആയില്ല, ഒരു 6-7 മണി ടൈമായിരുന്നു ഈ സമയത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെയായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റുകളും അറിയിക്കും. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.